പള്ളിയിൽ എവിടെ കത്തിക്കാൻ മറന്നു പോകരുത്. പോയിട്ട് വരട്ടെ. നമ്മുടെ വീട്ടിലല്ല നമ്മൾ ഊണ് കഴിക്കാൻ പോണേ. ഓരോ കഷ്ണത്തിലും അതിന്റെ ആ മസാല ശരിക്കും കൊണ്ട് പിടിക്കും. അതിനൊരു പ്രത്യേക മോഹിപ്പിക്കുന്ന മണമാണ്. പ്രത്യേകിച്ച് സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് മാല ഇതൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. ഇത് പള്ളിയിൽ വെക്കാൻ ഇത് 2 പത്തുണ്ട്. അവിടുന്ന് പള്ളിയിൽ നിന്ന് തന്നെ തിരിയെടുക്കാം. തിരിയെടുത്തേച്ച് അപ്പുറം ഇപ്പുറയും പള്ളിയുടെ നടകശാലയുടെ അവിടെ 2 വശത്തും തിരി കത്തിക്കുന്ന സ്പേസ് ഉണ്ട്. അവിടെ 2 ഇടത്തും ഓരോ തിരി കത്തിക്കണം. പിന്നെ ബാക്കി പൈസക്ക് എടുക്കണ തിരി സെമിട്രിയിലും കത്തിച്ചേക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. പള്ളിയിൽ എവിടെ കത്തിക്കാൻ മറന്നു പോകരുത്. നോട്ട് പള്ളിയിൽ വെക്കാനും. അത് ചെയ്തോളാം. ഞാൻ കാലിന് ഇച്ചിരി വേദന ഉള്ളതുകൊണ്ട് പോനില്ല. അതെ അപ്പ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പടെ ചെരുപ്പ് അവിടെ അപ്പേ ഷൂ ഇറങ്ങിക്കഴിഞ്ഞു. എന്നാ ഇറങ്ങിക്കഴിഞ്ഞു. ഈ പൊങ്ങ് തിന്നോ. തേങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയത് പകുതി അടർന്നു വന്നതാ. പോയിച്ചു വരെ പോയിട്ട് വരട്ടെ. ഓക്കെ ഞാൻ പോവാ അകത്തേക്ക്. 8:40. ഇനി അധികം പറഞ്ഞു നിൽക്കണ്ട. പോയി വാ. അടയ്ക്കുവാ കേട്ടോ. ഗേറ്റ് തുറക്കാൻ പോവാ. അങ്ങനെ രാവിലെ തന്നെ അപ്പനെ വിളിച്ചോണ്ട് ഇറങ്ങി. അപ്പോൾ ഗേറ്റ് തുറക്കൽ ചടങ്ങുള്ളത് കാരണം അവിടെ പോയി നിൽക്കുകയായിരുന്നു. ഗേറ്റൊക്കെ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ കയറി പെട്ടെന്ന് തന്നെ ഇനി പള്ളിയിൽ എത്തണം. കാരണം ഓൾറെഡി നമുക്ക് 8:30 കഴിഞ്ഞല്ലോ സമയം. അപ്പയ്ക്ക് മഴയെപ്പറ്റി ഓർക്കുമ്പോൾ ചെറിയ ചില വ്യാകുലതകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഇറങ്ങുമ്പോൾ മഴ പെയ്യുമോ, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ കുട എടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത്. നല്ല വെയിലും ഉണ്ട്, ചെറിയ മഴക്കാറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തി കേട്ടോ. അപ്പോൾ പള്ളിയിൽ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വേഗം കയറിക്കോ, ഞാനിപ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങ് പോയി. അപ്പം ഞാൻ വേഗം തന്നെ സെമിത്തേരിയിലേക്ക് പോയി. ആദ്യം പള്ളിയിൽ പോയിട്ട് അമ്മ പറഞ്ഞ പോലെ തിരിയൊക്കെ എടുത്തു. 4 തിരി എടുത്തു. അപ്പോൾ 2 സെമിത്തേരിയിൽ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ സെമിത്തേരിയിലോട്ട് വന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ മാത്രമല്ല അപ്പയും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സെമിത്തേരിയിൽ പോയി നമ്മുടെ കാർന്നോന്മാർ ഉറങ്ങുന്ന സ്ഥലമല്ലേ, അവിടെ പോയി അവരെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ തിരി കത്തിച്ചു. പക്ഷെ പലതവണ കത്തിച്ചെങ്കിലും കാറ്റിൻ്റെ ദിശ ഇങ്ങോട്ട് തന്നെയായിരുന്നു, മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് പലതവണ ഞാൻ വന്ന് കത്തിച്ചെങ്കിലും അത് അപ്പം തന്നെ അങ്ങ് കെട്ടുപോവായിരുന്നു. പിന്നെ എനിവേയ്സ് എന്തായാലും നമ്മൾ തിരി വെച്ചു, നമ്മുടെ പ്രസൻസ് അറിയിച്ചു. പിന്നെ കുറച്ച് നേരം അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പള്ളിയിൽ കുർബാനയിൽ അറ്റൻഡ് ചെയ്തു. കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ നവശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ഒരു ഒലിവ് മരത്തിൻ്റെ തൈ നടന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ പള്ളി അങ്കണത്തിൽ തന്നെ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒലിവ് മരത്തിൻ്റെ തൈ നടുന്നത്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ് കേട്ടോ. അപ്പോൾ അതൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയായതുകൊണ്ട് ഞാനത് കുറേ നേരം നിന്ന് കണ്ടു. ചട്ടിയാണോ അത്? അല്ല, അപ്പോൾ അപ്പ പറഞ്ഞു ബിബ്ലിക്കലായിട്ട് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മരമാണ് ഒലിവ് മരം എന്ന് പറഞ്ഞേ. പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നോഹയുടെ പെട്ടകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും കയറ്റി സംരക്ഷണം തേടിയിരുന്നതായിട്ടൊക്കെ നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ അറിയാനൊക്കെ ആയിട്ട് പ്രാവിനെ പറത്തി വിടുകയുണ്ടായി. അപ്പോൾ ഈ പ്രാവ് ഒലിവ് മരത്തിൻ്റെ കൊമ്പ് ഒടിച്ചുകൊണ്ട് വന്നത്രേ. അതിൻ്റെ അർത്ഥം വെള്ളം ഇറങ്ങി തുടങ്ങി, മരങ്ങൾ കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണെന്ന്. അതുപോലെ തന്നെ ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒലിവിൻ്റെ കമ്പ് വീശിയാണ് കഴുതപ്പുറത്ത് ഏറി വരുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് എന്നും പറയപ്പെടുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ ഫോർ ഇൻഫോർമേഷൻ ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ എവിടെയാ പോണേ? ഇന്ന് നമ്മുടെ വീട്ടിലല്ല നമ്മൾ ഊണ് കഴിക്കാൻ പോണേ. നമ്മൾ പോണത് നമ്മുടെ തറവാട്ടില, അതായത് പപ്പയുടെ ചേട്ടന്റെ വീട്ടില. പള്ളിയിൽ പോയി ഞങ്ങളൊക്കെ വന്നു. അപ്പൊ ഇവര് 2 പേരും കൂടെ പോയി വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു ചെറിയ വിശ്രമം കഴിഞ്ഞ് വെച്ചാൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ വല്യപ്പച്ചന്റെ ആണ്ട് കുർബാനയാണ്. സമയം 12 മണി. ഫോക്കസ് ആണല്ലോ. ഫോക്കസ് ആയി. ഇവര് പള്ളി കഴിഞ്ഞ് വന്ന് രാവിലെ കാപ്പി കഴിഞ്ഞേച്ച് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുക. ഞാൻ പോയില്ലായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങള് അവിടെ പോയി വൈകുന്നേരം തിരിച്ചെത്തും. വൈകുന്നേരം ഈ പള്ളിയിലെ പ്രെയർ മീറ്റ് ഉള്ളത് കാരണം ചിലപ്പോ അപ്പ 2-2:30 ആകുമ്പോഴത്തേക്കും പോരുമായിരിക്കും. അത് 4 മണിക്കാണ് അവിടെ ഒരു അച്ഛന്റെ വീട്ടിൽ വെച്ചായിരുന്നു പള്ളിയിലെ പ്രെയർ മീറ്റ്, മാസത്തിൽ ഒരിക്കലുള്ളത്.
അപ്പം നമുക്ക് പോയി അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ജെസ്സി ആൻറ്റി ഉണ്ട്, ജെസ്സി ആൻറ്റി ഫാമിലി, പിന്നെ കൊച്ചമ്മായി എഞ്ചിൽ കൊണ്ടുവരും. കൊച്ചമ്മായി വയ്യാതിരിക്കും, അതുകൊണ്ട് പള്ളിയിൽ വന്നില്ല, വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. കൊണ്ടുവരുവാണെങ്കിൽ എല്ലാവരെയും പകർത്താട്ടോ. പിന്നെ മഞ്ജു ഉണ്ട്. അവിടുത്തെ അപ്പച്ചൻ മരിച്ചിട്ട് 50 വർഷം കഴിഞ്ഞു എന്നാ പറഞ്ഞേ. 50 അല്ലേ? 50ആയി. 1975 എന്തോ മഞ്ജു ചേച്ചി ഇന്ന് പള്ളിയിൽ വെച്ച് പറയണ കേട്ട്. തിരുമറയൂര് എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ട് 50 വർഷമായിരുന്നു. അപ്പൊ ഇത് സിൽവർ ജൂബിലി അല്ലല്ലോ. സിൽവർ ജൂബിലി 25 വർഷം. 50 വർഷം കഴിയുമ്പോ എന്താ പറയണേ? അതറിയില്ല, അപ്പയോട് ചോദിക്കും. അതെന്തോ പറയൂലോ, അറിയില്ല. ഓ, മറന്നുപോയതാ. ശരിക്കും അറിയായിരുന്നു, മറന്നുപോയതാ. 75 തിരുമറയൂര് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. എന്റെ അമ്മ മരിച്ചത് 77 ഓ, അപ്പൊ 50 വർഷം ആവണേ ഉള്ളൂ. അമ്മയുടെ അമ്മ മരിച്ചിട്ട് 48 വർഷം കഴിഞ്ഞു. അപ്പൊ കള്ളിമുണ്ടാണല്ലോ ഉടുത്തേക്കണേ. വീട്ടിൽ പോകാൻ കളിമ. അപ്പൊ രാവിലെ തൊട്ട് കള്ളിമുണ്ട് എന്തെന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പോവാനുള്ള സ്പെഷ്യൽ മുണ്ട ഇത് മാത്രം ഉടുത്തിട്ടേ അപ്പൊ വീട്ടിൽ പോവുള്ളൂ. ഇല്ല, എല്ലാം പുറത്തുണ്ട്. പൂക്കളൊക്കെ പൂങ്കാവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സുന്ദരി മണികളായി നിപ്പുണ്ടെല്ലാം. അതെ. അപ്പൊ വേറെ കുറെ കള്ളിമുണ്ട് എടുക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ ബൊഗൈൻവില്ലയുടെ അവിടെ ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ പുല്ലാന്നും പറഞ്ഞ് പറിച്ചപ്പോ പടയിഞ്ച കയറി ഇവിടെ. ആണോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നത്. അതൊക്കെ ഞാൻ കുത്തിക്കളഞ്ഞു. ഫോക്കസ് തന്നെയില്ല ഇവിടെ. അതൊന്നും വിഷയമുള്ള കാര്യമല്ലെന്നേ ഞാൻ പറഞ്ഞ. ഇപ്പൊ നീറിയപ്പോ നോക്കിയതാ. എന്ത് ചെയ്യും? ബാൻഡേജ് ഒട്ടിക്കാൻ മേലാഞ്ഞോ? ഈ കറ്റാർ വാഴയെ ഇനി ഇവിടുന്ന് മാറ്റണം. കാരണം ഈ വാഴ പൊങ്ങിയപ്പോ ഇതിന്റെ ഷെയ്ഡ് കൊണ്ട് വെയിലടിക്കണില്ല. അല്ലാതെ ശരിയാ, നല്ല വെയിൽ. ഇത് ഏത് വാഴ? ഇത് പിങ്ക് കളറിലുള്ളത്. രണ്ടും ഞാലിപ്പോന അപ്പൊ പിരിച്ചു വെച്ചതാ. അപ്പൊ ഇവിടെ നിന്ന വാഴ അങ്ങോട്ട് പിരിച്ചാ. ഞാൻ പറഞ്ഞ ആ വാഴയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചൈനീസ് ഓറഞ്ച് പിന്നെ ഈ പാവല് ഇതിനെല്ലാം ഇതാന്ന് പറഞ്ഞോണ്ട് അപ്പൊ കംപ്ലീറ്റ് പിരിച്ചു. അവിടെ നിന്ന് 2 ഇവിടെയും വെച്ചു, 1 ഫസ്റ്റ് ഗേറ്റിന്റെ അവിടെയും കൊണ്ടേ വെച്ചു. അപ്പൊ എല്ലാം പിടിച്ചു. നല്ല ആരോഗ്യ ഞാലിപ്പൂവന് ഇത് 2 നല്ല വാഴയാ. കറ്റാർവാഴ ആ വെയിലത്തേക്ക് അങ്ങോട്ട് വെക്കും. പിങ്ക് കളർ കൈകളുള്ളത് എന്തായാലും പാളയംകൊടനും അല്ല കണ്ണനും അല്ല. അത് രണ്ടും തമ്മിലാണ് സിമിലാരിറ്റീസ് ഉള്ളത്. പിങ്ക് കളർ വരുന്നത് മിക്കവാറും ഞാലിപ്പൂവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും അല്ല, ഞാലിപ്പൂവനാണ്. കരിമ്പച്ചയാണ് പാളയംകൊടൻ. അല്ല, കരിമ്പച്ച കണ്ണനും പാളയംകൊടനും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ശരിയാ, ഇതിന് ഒരു പുഷ്ടിമ കാണുന്നില്ല. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ കയറി. കാരണം ഉച്ച സമയം ആയല്ലോ. അങ്ങനെ ഞങ്ങളുടെ തറവാട് വീട്ടിലെത്തി. അവിടെ ദേ ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പൊ പൂക്കൾ ഞാൻ ആദ്യം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിറത്തിലും പല വർണ്ണങ്ങളിലും ഒക്കെ ഉള്ള പൂക്കള് എപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒന്നാണ് അല്ലേ. പൂക്കൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ഇത് കാണുന്ന എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ആദ്യം തന്നെ ഞാൻ പൂക്കൾ കാണിക്കുന്നത് കേട്ടോ. അതേ നമ്മുടെ 10 മണി പൂ കണ്ടോ? പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ഒരുപാട് കളറുകൾ വീട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ടൈപ്പിലുള്ള ഓരോ കളറുകളിലുള്ള പൂക്കളാണ്. ഇപ്പൊ ലാവൻഡർ ഭയങ്കര ട്രെൻഡാണല്ലോ, ഡ്രസ്സിലും അതെ പൂക്കളിലും അതെ. പിന്നെ അതേ പച്ചിലകൾക്ക് പകരം ചുവന്നല്ല മെറൂൺ ഇലകളുള്ള ചെടികൾ അല്ലേ. പിന്നെ ദേ ഇതൊക്കെ ഓരോ ടൈപ്പ് പൂക്കളാണ്. ഓരോ നിറങ്ങളിലുള്ള പൂക്കൾ കാണുമ്പോഴും നമ്മുടെ മനസ്സറിയാതെ സന്തോഷിക്കുന്ന പോലെ തോന്നും അല്ലേ. അതെപ്പോഴും അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരാനുള്ള കഴിവുണ്ട്. അതിൽ വന്നിരിക്കുന്ന ശലഭങ്ങൾ ഒക്കെ എന്തൊരു രസമാണല്ലേ നമുക്ക് കാണാനായിട്ട്. ദേ അവിടുത്തെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ചിത്രമാണിത്. അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറാണ് ഇവിടുത്തെ അപ്പച്ചൻ. കണ്ണാടി വെച്ച് കാണാൻ എനിക്കിഷ്ടം. ഈ അപ്പൊ ആവശ്യമില്ല എന്ന് പറഞ്ഞു, അല്ലാതെ കാണാൻ. പക്ഷെ എനിക്ക് കണ്ണാടി വെക്കണ ഇഷ്ടം.
ഇനി വർത്തമാനത്തിൻ്റെയും വിശേഷം പറയലിൻ്റെയും ചിരികളുടെയും ഒക്കെ ഒരു ബഹളമാണ് കേട്ടോ അവിടെ. എല്ലാ കസിൻസും ബന്ധുക്കളും എല്ലാവരും ഒത്തുചേർന്ന ഒരു നല്ല ദിവസമായിരുന്നു അത്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് ഈ ടേബിൾ മാറ്റ് കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേകതയുള്ള ഒരു ടേബിൾ മാറ്റ്. അതിൻ്റെ ഇലകളാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ഉടക്കിയത്. പല നിറങ്ങളും ഉണ്ടായിരുന്നു അല്ലേ, ചെക്ക് ഡിസൈനൊക്കെ ആയിട്ട് പല നിറങ്ങളിലുള്ള ടേബിൾ മാറ്റ്. നല്ല രസമുണ്ടോ, ഫെസ്റ്റീവ് ഒക്കേഷന് അപ്രോപ്രിയേറ്റ് ആയിരുന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. നല്ല റൗണ്ട് ഷേപ്പിലെ ലീഫ് പെറ്റലുകളായിട്ട്. അതിന് ശരിക്കുള്ള ഭംഗി പ്ലേറ്റ് വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എടുത്തു നല്ല ഭംഗിയുണ്ട്. എല്ലാ ഇതും ഉണ്ട്, ലീവ്സ് എല്ലാം ഉണ്ട്, ലീവ്സ് എല്ലാം ഉണ്ട്. ഇത് സമ്മറിനെ സൂചിപ്പിക്കുന്ന ലീഫാ. ഇത് ഇത് സമ്മറിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാറ്റാ. സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗിലായി ഇങ്ങനത്തെ ലീഫ് കാണുക. ഞാനിങ്ങനെ എനിക്ക് തോന്നിയ ഓരോ തോട്ട്സ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അതൊക്കെ കണ്ടിട്ട് തോന്നി എന്നുള്ള കാര്യം പറയണേ. പിന്നെ അപ്പുറത്ത് സെറ്റയിലിരുന്ന അമ്മയും മഞ്ജു ചേച്ചിയും ജെസ്സി ആൻറ്റിയും സ്മിത ചേച്ചി എല്ലാവരും ഇരുന്നിട്ട് കല്യാണ ആൽബം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏട്ടത്തിയമ്മയുണ്ട്, അതായത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇട്ടിട്ടുള്ള ഒരു കല്യാണ വീഡിയോയുടെ ആൽബമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്ന് ഈ മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല മണം. ശരിയാ, സുസൈൻ ആ പോത്തുകറി ഇഷ്ടമാണോ? ഇതിന്റെ മണം നോക്കി, എന്ത് നല്ല, നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു സ്മെല്ല്. എനിക്ക് തോന്നിയ ഒരു സംഗതി എന്നാന്നറിയോ സുസൈൻ, ഇപ്പൊ പല ഇറച്ചികളും നമ്മൾ കഴിക്കും, ചിക്കൻ, ഡക്ക്, മട്ടൺ, ഇതെല്ലാം. ഈ ബീഫിൻ്റെ റോസ്റ്റിൻ്റെ മണം അത് നമ്മളെ ഭയങ്കരമായിട്ട് മോഹിപ്പിക്കുന്ന ഒരു മണം. നമ്മളിങ്ങനെ അങ്ങോട്ട് ഇത് ഒലത്തൂല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ മറ്റേ സുസൈൻ്റെ അമ്മച്ചിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ചെറുപ്പത്തിലേ ഇത് പറ്റിക്കുമ്പോഴേ തന്നെ തിന്നും. ഇറച്ചി പറ്റിക്കൂലേ ഇവിടെ ഉള്ളപ്പോ എടുത്തിട്ട് നല്ല രുചിയാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇറച്ചി പറ്റിക്കാൻ അന്ന് ഈ കലത്തിട്ട് കഴിഞ്ഞാല് ഇതൊക്കെ തിളച്ച് കഴിയുമ്പോഴേക്കും മേള് വരെ വെള്ളമാവും. അത് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കെടുത്തും. പിന്നെ ആ കനല് കിടന്നിട്ട് ഇതിങ്ങനെ തിളച്ച് ഈ പൊങ്ങി വന്ന വെള്ളം മുഴുവൻ ഇതങ്ങോട്ട് പറ്റും. അപ്പോൾ ഓരോ കഷ്ണത്തിലും അതിൻ്റെ ആ മസാല ശരിക്കും കൊണ്ട് പിടിക്കും. അപ്പോൾ പറ്റിച്ചതിനും ഭയങ്കര രുചിയാണ്. പിന്നെയാണ് അത് ഒലത്തുന്നത്. അപ്പോൾ പറ്റിച്ചതും നല്ല രുചിയാണ്. അപ്പോൾ പറ്റിക്കുമ്പോൾ വരെ നമ്മളിങ്ങനെ തിന്നാൻ തുടങ്ങും. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലൊന്നും ഇറച്ചി മേടിക്കലില്ല. ഈ നോയമ്പ് വീഡിയോകൾ അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് കുറച്ച് കൂടുതൽ മേടിക്കും. പക്ഷെ ഞാൻ നോക്കിയ ഒരു സംഗതി, ഈ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ, ഇത് റോസ്റ്റിംഗ് അല്ല, ഇത് ചാറാണ്. റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മണം, അത്രയും ആകർഷകമായ ഒരു മണം വേറെ ഒരു ഇറച്ചിക്കും ഇല്ലെന്നല്ല. ചിക്കനും ഇല്ല, ഡക്കിനും ഇല്ല, ഒന്നിനുമില്ല. അതിനൊരു പ്രത്യേക മോഹിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നറിയാം? നല്ല വെന്ത ചോറ്, അതിലേക്ക് പോത്തുകറി ഒരു സ്പൂൺ, മീനിൻ്റെ ചാറ് സ്വല്പം, കാളൻ ഒരു സ്പൂൺ, അതിട്ടിട്ട് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ പിന്നെ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. പക്ഷെ പക്ഷെ കുഴപ്പം എന്നാന്നറിയോ സുസൈൻ, അതിന്റെ കുഴപ്പം എന്നാന്നറിയോ, നമ്മൾ ഈ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഭയങ്കര ചോറിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പൊ ചപ്പാത്തി നമ്മൾ കഴിച്ചാല് ഒരെണ്ണം, രണ്ടെണ്ണം. ഓ, സാലഡ് ഭയങ്കര ഡെക്കറേറ്റീവ് ആണല്ലോ. ഒരെണ്ണം, ഒരു ചപ്പാത്തി, 2 ചപ്പാത്തി, 3 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി നല്ല മട്ടിക്കും. പോരെങ്കിൽ ഇതിനൊരു മട്ടിപ്പുണ്ടല്ലോ, ഈ ഗോതമ്പിനൊരു ചെറിയ മട്ടിപ്പുണ്ടല്ലോ. പക്ഷെ 3 കഴിച്ചാൽ പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റും. ചോറിന് ആ പ്രശ്നമില്ല. ഈ സംഗതികൾ, അതായത് ഈ കാളനൊക്കെയാണ് അതിൻ്റെ, അത് ഈ പുളിയും ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ആ മട്ടിപ്പങ്ങ് പോകും. പിന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കഴിച്ചാലും നമുക്ക് അതിനകത്തൊരു മട്ടിപ്പ് വരിക. അതെങ്ങനെ വയ്ക്കാം? ചോറ് നടക്കുവാണെങ്കിൽ വയ്ക്കാം.
ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്തും അപ്പേൻ്റെ അറേഞ്ച്മെന്റിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. സ്പൂണുകളെല്ലാം ഒരു സൈഡിലേക്ക് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ അത്ര. ഭയങ്കര സോഫ്റ്റ്, അതിന്റെ ശരീരത്തിന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അതേ ഉള്ളൂ, നമ്മൾ അതാ മേടിക്കുന്നത്. അത് പക്ഷെ ഇപ്പോൾ ഒരു പോത്തിന് ഒരു 5-6 കിലോയിൽ കൂടുതൽ ഉണ്ടാവില്ല, കണ്ടാൽ വലിയ നീച്ചം ഉണ്ടാവില്ല, ഇങ്ങനെ കീറി എടുക്കുന്നതുകൊണ്ട്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ തന്നെയല്ല സ്വല്പം നെയ്യിൻ്റെ അംശം ഉണ്ടാവും. അതാണ് നമ്മൾ മേടിച്ച് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ബീഫ് വിശേഷങ്ങൾ അപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പെരളനാക്കി കഴിഞ്ഞ ഒരു ഗുണമുണ്ട്, ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാം അല്ലേ. ഉച്ച സമയത്ത് ഇങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഒരുക്കിയുള്ള ഒരു ഊണ് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് കൊതി വരൂല്ലേ, പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻസിന്. എനിക്കിത് ഇപ്പോൾ കാണുമ്പോൾ സത്യത്തിൽ ഒന്നുകൂടി ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രത്യേകിച്ച് ആ സാലഡൊക്കെ നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എടുത്തു വെള്ളം ഓരോരുത്തർക്കും വെക്കണോ? മഞ്ചേച്ചി കൈ തട്ടല്ലേ. ആ അപ്പൊ എല്ലാവരും പതുക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിന്മാറി. എന്നാ പിന്നെ ഞാനങ്ങ് ഇരുന്നേക്കാന്ന് പറഞ്ഞ് ഞാനിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ടേബിൾ മാറ്റിന്റെ മുകളിൽ റൗണ്ട് പ്ലേറ്റ് വെച്ച് കഴിയുമ്പോൾ അതിന്റെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ കണ്ടോ സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കും. നല്ല രസമാണ് അത് കാണാനായിട്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. എല്ലാവരും നയനക്കുട്ടി, സുസൈന്, അപ്പോൾ ഈ കാളൻ നമ്മൾ ഒരു ബേസായിട്ട് വയറ്റി കിടക്കണം. മറ്റെന്ത് കറി എടുത്താൽ ഈ എരിവൊക്കെ കുറെ ന്യൂട്രലൈസ് ചെയ്ത് പോകും അതിനകത്ത്. അപ്പൊ കുഞ്ഞനമാൻഡിക്ക് പ്രായത്തിൻ്റെതായ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർമ്മയ്ക്കൊക്കെ അത്ര ഷാർപ്പല്ല ഇപ്പോൾ, എങ്കിലും എല്ലാം റീകളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചൻ്റെ 2ാമത്തെ മകളാണ് കുഞ്ഞനമാൻഡി. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് എല്ലാവർക്കും നല്ല ഹെവി ആയിട്ട് 2 സ്കൂപ്പിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഐസ്ക്രീം, വാനില ഐസ്ക്രീം. ഞാൻ എടുത്തപ്പോഴാണ് കണ്ട അതിൻ്റെ താഴെ രസഗുളയും വെച്ചിട്ടുണ്ട് കേട്ടോ. നവരാത്രിയൊക്കെ പ്രമാണിച്ചാന്ന് തോന്നുന്നു രസഗുള. രസഗുള ഉണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തന്നാ മതി. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പില് എല്ലാവരും അങ്ങ് ഇരിക്കുകയാണ്. അപ്പൊ വിളമ്പാനായിട്ട് അപ്പയെത്തി. പിന്നെ ഏഞ്ചലേച്ചിയും കൊച്ചും ചാച്ചനും വന്നപ്പോ കൊണ്ടുവന്നാണ് പനംപാരി. ഉഗ്രനായിരുന്നു കേട്ടോ അത്.
പ്രത്യേകിച്ച് സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് മാല ഇതൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. മാലയാണ് വീക്ക്നെസ്. അതാണ് വീക്ക്നെസ്. പിന്നെ അല്ല നമ്മുടെ മുളന്തുരുത്തി വരെ മഴയില്ല, ഇങ്ങോട്ട് മഴയില്ല, ഞങ്ങൾക്ക് നല്ല മഴ. ഐസ്ക്രീം ആണോ വെച്ചാൽ മറ്റേ പാനിപ്പഴമാണോ വേണ്ടത്? പറ്റിക്കാനൊന്നും നോക്കണ്ട. കൊച്ചങ്ങളെയാണ് ഇനി പഴുത്തതാണോ അല്ലയോ എന്നുള്ളത് പഠിപ്പിക്കാനോ? അതാണോ? ഞാൻ അടച്ചിട്ടില്ല കേട്ടോ. ആരെങ്കിലും എടുക്കട്ടെ. ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അടച്ചല്ലോ. നമസ്കാരം ചെല്ലാനായിട്ട് കുറച്ച് നീട്ടിയാണ് ചെല്ലും അല്ലേ? എപ്പോ കിടക്കും സാധാരണ വെച്ചോ? ഒരു 9 ആകുമ്പോ രാത്രി ഉറക്കമുണ്ടോ? ഉറങ്ങിപ്പോളൂ അല്ലേ? പകലുറങ്ങോ? അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞനാമാൻഡിയോട് ചോദിച്ച് പഴയ കാര്യങ്ങളൊക്കെ മെമ്മറിന്നെല്ലാം റീകളക്ട് ചെയ്യിപ്പിക്കായിരുന്നേ. അപ്പം നമ്മൾ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് വന്നു. ജെസ്സി ആന്റിയുടെ കിറ്റാ. അമ്മയുടെ കിറ്റ് ഭയങ്കര ചൂടാ. ബീഫ് നിനക്കുള്ള. ജെസ്സി ആന്റിയുടെ കിറ്റ് ബേക്കറി. ഏഹേ അതെന്നാ പോലും. അതെന്നാന്ന് നോക്കാം. വാതിൽ തുറക്കട്ടെ. അപ്പത്തി പോണം. ജെസ്സി ആന്റിയുടെ കിറ്റ് ആൻസിലെ ബട്ടർ സോൾട്ട് ബിസ്ക്കറ്റ് 1, 2 ബ്ലാക്ക് ഹൽവ. ഏഹേ അപ്പ ഇന്ന് കലക്കിയില്ലോ. ബ്ലാക്ക് ഹൽവ. ഇത് അപ്പയുടെ പ്രിയപ്പെട്ട ബട്ടർ സോൾട്ട്. അതിനകത്ത് ബീഫ് കറിയുടെ ബീഫ് നിറച്ചുണ്ട്. ചൂടാ. നല്ല ചൂടാ. തുറക്കണ്ട. നല്ല ചൂടാ. അഞ്ച് എന്നോട് പറഞ്ഞു തുറന്ന് വെക്കണം. ലിനുവാൻ്റെ അവിടെ ഇപ്പൊ തിളപ്പിച്ചതാ. കേടായി പോകും. അത് ശരി. വലയിട്ട് മൂടാ. നല്ല വാസന. നല്ല വാസന. നന്മയുടെ കേട്ടോ. നന്മയുടെയാണ് നമ്മൾ സ്ഥിരം മേടിക്കുന്ന. അതെ. മൂടിയാക്കട്ടെ. ഓ നല്ല കാറ്റാ കേട്ടോ. നല്ല കാറ്റും മഴയും. മഴയുടെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇങ്ങോട്ട് നോക്കിയാൽ കാണാം നല്ല മഴ. ഇവിടെ മൊത്തം ഒരു ഇരുട്ട് പരന്ന അന്തരീക്ഷം. ഫുള്ള് മരങ്ങളാ. പിന്നെ ഈ മാസം തൊട്ട് നേരത്തെ സന്ധ്യ ആവൂലോ. ശരിക്കും പറഞ്ഞാൽ 6 മണി പോലും ആയിട്ടില്ല. സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സമയം കാണിച്ചു തരാം. 5:30 ആയിട്ടുള്ളൂ. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ഇരുട്ട് കുത്തി മഴ പെയ്തു കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പിന്നെ വേഗം ഇരുട്ടാവുന്ന ഒരു കാലാവസ്ഥയാണല്ലോ. പക്ഷെ നമുക്ക് ഇത്രയും മരങ്ങൾ തിങ്ങി നിൽക്കുന്ന കാരണം പെട്ടെന്ന് ഇരുട്ട് വ്യാപിക്കുന്നേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ ഒരു വീഡിയോ? എപ്പോഴും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടല്ലോ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദങ്ങൾ കൂടുതൽ പങ്കുവെക്കാൻ കിട്ടുന്ന ഈ അവസരങ്ങൾ നമുക്ക് ശരിക്കും വളരെ മെമ്മറബിൾ ആണല്ലേ. അത്തരത്തിലുള്ള പണ്ടത്തെ കാലത്തൊക്കെ അത് മിക്കവാറും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വീണ്ടും അങ്ങനത്തെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതയുള്ളതാകാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു, നാളെ കാണാം.